Hi everyone, welcome to Mastermind Defense Academy. Mastermind Defense Academyയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാർത്ഥികൾ ഏറെക്കാലമായി കാത്തിരുന്ന SSCGD നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലഭ്യമാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ SSCGD നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ എന്താണ് SSCGD? SSCGD നോട്ടിഫിക്കേഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇത് കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആർം പോലീസ് ഫോഴ്സസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്ന സെൻട്രൽ ആർം പോലീസ് ഫോഴ്സസിലേക്കും, അതുപോലെ തന്നെ SSF സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്, അതുപോലെ തന്നെ റൈഫിൾസ്മാൻ GD ഇൻ ആസാം റൈഫിൾസ്, അതുപോലെ തന്നെ സിപ്പായ് ഇൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB. സോ ഇതിലേക്ക് ഒക്കെയാണ് ഇതിലൂടെ റിക്രൂട്ട് ചെയ്യുന്നത്, ഈ ഒരു റിക്രൂട്ട്മെന്റിലൂടെ ആൾക്കാരെ എടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം 5/9/2024 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സെപ്റ്റംബർ 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 14th ഓക്കെ, October 14th ഒരു മാസത്തോളം സമയമുണ്ട്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റിസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു October 14-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇരിക്കുന്നത്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെന്റ്, നമുക്ക് ലാസ്റ്റ് ടൈം അതായത് ഫീ പേയ്മെന്റ് നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 15-ാം തീയതിയാണ്. ഓക്കെ, ഇനി ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് എക്സാമിന്റെ ടെന്റേറ്റീവ് ഡേറ്റ് January or February 2025, January or February എക്സാം നടക്കാൻ സാധ്യത എന്ന് പറയുന്നത്. ഒരു ടെന്റേറ്റീവ് ഡേറ്റ് ആണ് എങ്കിൽ പോലും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പോലും ഒരുപാട് സമയം മുമ്പിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ്. അപ്പം ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 14-ാം തീയതിയാണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ, അതുപോലെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ ചെയ്യുക. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് SSCGD നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ആദ്യം തന്നെ നമ്മൾ ഈ വെബ്സൈറ്റ് ssc.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റ് വഴി ssc.gov.in. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ SSC ഇതിന് മുമ്പായിട്ട് ssc.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ അവർ വെബ്സൈറ്റ് ചേഞ്ച് ചെയ്തിട്ട് ssc.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇപ്പോൾ ഉള്ള പുതിയ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾ പണ്ടത്തെ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ വീണ്ടും നിങ്ങൾ ഈ ssc.gov.in എന്ന വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ട് അതിലൂടെയാണ് ഈ ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ssc.gov.in, ഇതാണ് വെബ്സൈറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്കിനി വേക്കൻസിയിലേക്ക് കിടക്കാം. ഇത്തവണത്തെ വേക്കൻസി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തവണത്തെ വേക്കൻസി 39,481, 39,481 വേക്കൻസിയാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഇതൊരു മാസ് വേക്കൻസിയാണ്. സോ വിവിധ ഫോഴ്സുകളിലെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന വേക്കൻസി നമുക്ക് നോക്കാം. സോ നല്ലൊരു വേക്കൻസി ഉണ്ട് ഇത്തവണ. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും യൂണിഫോം എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്കിനി ഫോഴ്സ് അതായത് ഓരോ ഫോഴ്സിലേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന വേക്കൻസി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി മെയിൽ സെക്ഷന്റെ കേസിലാണെങ്കിൽ BSF കംപ്ലീറ്റ് വേക്കൻസി എന്ന് പറയുന്നത് 13,000 ആണ്. ഓക്കെ, 13,000 ആണ്. അതിൽ തന്നെ ജനറൽ കാറ്റഗറിയിൽ 5,000 സംതിങ് വന്നിട്ടുണ്ട്, EWS 1,000 സംതിങ് വന്നിട്ടുണ്ട്, OBC കാറ്റഗറിയിൽ 2,000 സംതിങ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. സോ നമ്മൾ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം 35,612 വേക്കൻസീസ് ആണ്. 35,612 വേക്കൻസീസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് വന്നിരിക്കുന്നത്. സോ അതിൽ ഓരോ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ BSF-ലാണ് ഇത്തവണ കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ 13,306 വേക്കൻസിയാണ് BSF-ൽ മാത്രം വന്നിരിക്കുന്നത്. അതുപോലെ CISF-ൽ 6,430 വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം CRPF-ൽ 11,299 വേക്കൻസി ഉണ്ട്. SSB സശസ്ത്ര സീമാ ബലിൽ 819 വേക്കൻസീസ് ഉണ്ട്. ITBP-ൽ 2,564 വേക്കൻസീസ് ഉണ്ട്. ആസാം റൈഫിൾസിൽ 1,148 വേക്കൻസീസ് ഉണ്ട്. SSF സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിൽ 35 വേക്കൻസീസ്, അതുപോലെ തന്നെ NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിൽ 11 വേക്കൻസീസ്. അങ്ങനെ 35,612 വേക്കൻസീസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി വന്നിരിക്കുന്നത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് 3,869 വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാ ഫോഴ്സും കൂടി നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 3,869 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് പറയുന്ന SSCGD റിക്രൂട്ട്മെന്റ് ആണ്. സോ ഏതൊക്കെ ഫോഴ്സ് ആണ് ഉള്ളതെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF, അതുപോലെ നെക്സ്റ്റ് CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, SSB സശസ്ത്ര സീമാ ബൽ, ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, AR ആസാം റൈഫിൾസ്, SSF സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്, നെക്സ്റ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ഓക്കെ, സോ ഇത്രയും ഫോഴ്സുകളാണ് നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെന്റിലൂടെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ,
ഇനി സാലറി സ്കെയിൽ നമുക്ക് നോക്കാം. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് പേ ലെവൽ 3 ആണ്. ഓക്കെ, നിങ്ങളുടെ ബേസിക് പേ തന്നെ വരുന്നത് 21,700 to 69,100 ആണ്. ഓക്കെ, സോ ഇത് നല്ലൊരു സാലറി ഉള്ള പാക്കേജ് ആണ്. ഇത് നിങ്ങളുടെ ബേസിക് പേ മാത്രമാണ്. ഇതിന്റെ കൂടെ ഡിയർനെസ് അലവൻസ് അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് അലവൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സോ ഒരു ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് ഒരു 40,000 മേലെ തന്നെ വന്നിരിക്കും. ഓക്കെ, സോ ഇതൊരു നല്ല ഓപ്ഷൻ ആണ്, ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 23 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇതിൽ കുറെ കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. സോ കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ബിഫോർ 21/2002, അതായത് 2/1/2002 അതുപോലെ തന്നെ 1/1/2007 ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ 2/1/2002 മുമ്പ് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ 1/1/2007 ശേഷം ജനിച്ചവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു ഡേറ്റ്സിന് ഇടയിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ 18 to 23 ഇയേഴ്സ് ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻസ് കൂടി നോക്കാം. ഇനി ഏജ് റിലാക്സേഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് ലഭിച്ചിരിക്കുന്നത്. 23 to 28 വരുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്, SC/ST കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക്. അതുപോലെ OBC കാറ്റഗറിക്ക് 3 ഇയേഴ്സ് ആണ് ഏജ് റിലാക്സേഷൻ ലഭിച്ചിരിക്കുന്നത്. സോ ഒരു 26 ഇയേഴ്സ് വരെ ഉള്ള OBC ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഈ ഡേറ്റ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, ഇതിന്റെ ഇടയിൽ വരുന്നുണ്ടോ, നിങ്ങളുടെ ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ എക്സ് സർവീസ്മെന്റെ കേസിലാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡിഡക്ഷൻ മിലിറ്ററി സർവീസ് ഡിഡക്ട് ചെയ്തതിനു ശേഷം ഒരു 3 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വെരി വെരി ഇമ്പോർട്ടന്റ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ് ദി മെട്രിക്കുലേഷൻ ഓർ 10th ക്ലാസ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് SSCGD ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, 10th ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ, SLC ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സെലക്ഷൻ പ്രൊസീജിയർ. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്, സെലക്ഷൻ പ്രൊസീജിയർ. സെലക്ഷൻ പ്രൊസീജിയർ ആദ്യ പ്രൊസീജിയർ എന്ന് പറയുന്നത് CBT എക്സാം ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. CBT എക്സാമിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മെഡിക്കൽ ടെസ്റ്റ്, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി എക്സാമിനെ കുറിച്ച് ആലോചിക്കാം. സോ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ഓൺലൈൻ എക്സാം ആണ്. സോ 4 കാറ്റഗറിയിൽ സബ്ജക്ട്സ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുക. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ആ സെക്ഷനിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്സ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ് വരുന്നത്. അതുപോലെ 0.25 മാർക്സ് ആണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി പാർട്ട് ബി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ആണ്. അതിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് ആണ്, 40 ആണ് മാക്സിമം മാർക്ക്. നെക്സ്റ്റ് എലിമെന്ററി മാത്തമാറ്റിക്സ് ആണ്, അതിലും 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാക്സിമം മാർക്ക് 40 ആണ്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആണ്, അതിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20 ആണ്, മാക്സിമം മാർക്ക് 40 ആണ്. സോ അങ്ങനെ ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ്, 160 ആണ് മാർക്ക് വരുന്നത്. ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ്. അതുപോലെ 0.25 മാർക്സ് നെഗറ്റീവ് ഉണ്ട്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്, 1 മണിക്കൂറാണ് എക്സാമിന്റെ സമയം. ഓക്കെ, ഇതാണ് CBT എക്സാമിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. സോ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ നോർമൽ ലോജിക്കൽ റീസണിംഗ് തന്നെയാണ്. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് സെക്ഷനിൽ നിന്നും കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി ഇതുപോലുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ കുറച്ച് സ്റ്റാറ്റിക് GK ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, എലിമെന്ററി മാത്തമാറ്റിക്സിലാണെങ്കിൽ നമ്മൾ സാധാരണ പഠിക്കുന്ന ഒരു 10th ലെവൽ മാത്തമാറ്റിക്സ് ആണ് ഉണ്ടായിരിക്കുക. പെർസെന്റേജ്, റേഷ്യോ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് നോളജ്, നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ വരുന്ന ഗ്രാമർ, അതുപോലെ വൊക്കാബുലറി പാർട്ടുകൾ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയാണ് CBT എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ CBT എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനിയാണ് ഇതിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത്, നമുക്കത് നോക്കാം. സോ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ നമുക്ക് മിനിമം കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്, നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഹൈറ്റ് ആണ് ഫസ്റ്റ്. ഓക്കെ, മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് 170 ഹൈറ്റ് മസ്റ്റ് ആണ്. ഓക്കെ, 170 ഇല്ലെങ്കിൽ നിങ്ങൾ ആ സെലക്ഷൻ, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി സ്റ്റാൻഡേർഡ് ടെസ്റ്റിന്റെ സമയത്ത് നിങ്ങൾ റിജക്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, 170 ഹൈറ്റ്സ് എന്തായാലും വേണം. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസ് ആണെങ്കിൽ 157 ആണ് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 157 ആണ് മിനിമം ഹൈറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഷെഡ്യൂൾ ട്രൈബിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 162.5 ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ വേണ്ടത്. അതുപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ 150 ആണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും റിലാക്സേഷൻസ് കിട്ടുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യാം.
ഒരു ജനറൽ കാൻഡിഡേറ്റ്സിന്റെ കേസിലാണെങ്കിലും OBC കാൻഡിഡേറ്റ് കേസിലാണെങ്കിലും അതുപോലെ തന്നെ SC കാൻഡിഡേറ്റിന്റെ കേസിലാണെങ്കിലും 170 ആണ് ഹൈറ്റ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റിന്റെ കേസിൽ. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 157 ആണ് ഹൈറ്റ് വരുന്നത്. സോ ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അതുപോലെ തന്നെ ഈ ഹൈറ്റിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള വെയിറ്റും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. സോ ഇത് പ്രധാനമായിട്ടും നിങ്ങൾ മുൻവർഷങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, ചിലപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരിക്കും. റേസ് ആണ്, ഓക്കെ, ഓട്ടം ആണ് ഉണ്ടായിരിക്കുക. അതിനകത്ത് 5 kilometers in 24 minutes ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1.6 kilometers in 8.5 minutes. ഓക്കെ, ഇനി ലഡാക്ക് സെഷൻ എന്നുള്ളതായിരിക്കാണ് 1.6 kilometers 7 minutes, അതുപോലെ തന്നെ 800 meters ആണെങ്കിൽ 5 minutes ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ. സോ നമ്മൾ ലഡാക്ക് റീജിയണിൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ ബാക്കി എല്ലാ റീജിയണിലുള്ള ആൾക്കാർക്കും 5 kilometers in 24 minutes ആണ് മെയിൽ കാൻഡിഡേറ്സിന്റെ കേസിൽ. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ 1.6 kilometers in 8.5 minutes. സോ ഇതാണ് നിങ്ങളുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു 2-3 വീക്സിന്റെ നന്നായിട്ടുള്ള പ്രാക്ടീസിൽ നിങ്ങൾക്ക് 5 kilometers ഈ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഇസ് NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്റെ കേസിൽ. NCC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ മാർക്കിന്റെ 5% ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ B സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3% മാക്സിമം മാർക്കിന്റെ 3% നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കും. അതുപോലെ A സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 2% ആണ് ലഭിക്കുന്നത്. സോ നിങ്ങൾ NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബോണസ് മാർക്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രിഫറൻസിന്റെ കേസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും ഫോഴ്സുകളാണ് ഇതിന്റെ അകത്ത് വരുന്നത്. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, SSB സശസ്ത്ര സീമാ ബൽ, ITBP ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്, ആസാം റൈഫിൾസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, അതുപോലെ തന്നെ SSF സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്. സോ ഇത്രയും ഫോഴ്സുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു പ്രിഫറൻസ് ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് BSF ആയിരിക്കും ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ CSF ആയിരിക്കും നിങ്ങൾക്ക് പ്രിഫറൻസ് ആയിട്ടുള്ള ഒരു ചോയ്സ്. കൂടുതൽ ആൾക്കാർ CSF ചൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ചില ആൾക്കാർ CRPF കൂടുതൽ ചൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നൽകാൻ സാധിക്കുന്നതാണ്. സോ ഇതിനടുത്ത് ABCD ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു നമ്പർ ഒരു ഇത് പ്രിഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണ് പ്രിഫറൻസ് അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഫോഴ്സ് ആണ് നിങ്ങൾക്ക് താല്പര്യം അതാണ് നിങ്ങൾ പ്രിഫറൻസ് ആയിട്ട് നൽകേണ്ടത്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം 5/9/2024 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 14 അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്റ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ October 14. പേയ്മെന്റ് നടത്താനുള്ള ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് 15/10/2024 ഓക്കെ, നിങ്ങളുടെ ടെന്റേറ്റീവ് ഷെഡ്യൂൾ ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ CBT എക്സാമിന്റെ ടെന്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് January to February 2025 ആണ്. ഓക്കെ, 2025 ജനുവരി or ഫെബ്രുവരിയിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. October 14 ലാസ്റ്റ് നിമിഷങ്ങളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സർവർ ബിസി കാരണം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതിൽ ക്വാളിഫൈഡ് ആവുന്ന ആൾക്കാർക്ക് പിന്നീട് ഉണ്ടാവുക മെഡിക്കൽ ടെസ്റ്റ് ആണ്. സോ നമ്മൾ ഏതൊരു ഡിഫൻസ് എക്സാം ഉണ്ടാകുന്ന പോലെ ഒരു മെഡിക്കൽ ടെസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. സോ മെഡിക്കൽ ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ്. സോ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോഴ്സ് ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ. സോ അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരും ഫീസ് നൽകേണ്ട ആവശ്യമില്ല. ഓക്കെ, ജനറൽ കാൻഡിഡേറ്റ്സ് അതുപോലെ OBC കാൻഡിഡേറ്റ്സ് EWS കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഫീസ് അടക്കേണ്ടത്. അതുപോലെ തന്നെ അതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സും അതുപോലെ SC ST കാൻഡിഡേറ്റ്സും അതുപോലെ എക്സ് സർവീസ്മെൻ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാവരും 100 രൂപ ഫീസ് അടക്കേണ്ടതുണ്ട്. ഓക്കെ, ഹൗ ടു അപ്ലൈ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ssc.gov.in ആണ് നമ്മുടെ വെബ്സൈറ്റ്. ssc.nic.in അല്ല, ssc.nic.in ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. സോ ഇതാണ് പുതിയ വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾ വൺ ടൈം ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് മാത്രം ആപ്ലിക്കേഷൻ നൽകുക. ഓക്കെ, സോ മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ SSC/GD കോച്ചിംഗ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8943901234 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ SSC/GD കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ലഭിക്കുന്നതാണ്. നിരവധി വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ കോച്ചിംഗ് പ്രോഗ്രാമിലൂടെ വിവിധ സേനകളുടെ ഭാഗമായിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്.
സോ ഇതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. SSCGDയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറായ 8943901234 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷന്റെ പ്രൊസീജിയർ ഒക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. SSCGD എക്സാമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇനിയും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.